ഹലോ ഓൾ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് അനലോഗ് സർക്യൂട്ട്സിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് അനാലിസിസ് ഓഫ് ഫീഡ്ബാക്ക് ടോപ്പോളജീസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി 4 ഫീഡ്ബാക്ക് ടോപ്പോളജി ഏതൊക്കെയെന്ന് ഡിസ്കസ് ചെയ്തിരുന്നു. സീരീസ് വോൾട്ടേജ്, സീരീസ് കറണ്ട്, ഷണ്ട് വോൾട്ടേജ്, ഷണ്ട് കറണ്ട് അല്ലേ. ഇതിൻ്റെ ഇൻപുട്ട് ഇമ്പിഡൻസും ഔട്ട്പുട്ട് ഇമ്പിഡൻസും എങ്ങനെയായിരിക്കും എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഡെറിവേഷൻ, അതിൻ്റെ ഒരു അനാലിസിസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സിലബസിൽ തന്നെ സ്പെസിഫിക് ആയിട്ട് അനാലിസിസ് ഓഫ് 4 ഫീഡ്ബാക്ക് ടോപ്പോളജീസ് എന്ന് പറയുന്നുണ്ട്. അതിന് അലോട്ട് ചെയ്തിരിക്കുന്ന 2 അവറാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ ഒരു വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്തു, ഈ 4 ഫീഡ്ബാക്ക് ടോപ്പോളജി എങ്ങനെ വരയ്ക്കാം എന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു. അപ്പോൾ ഇതിൻ്റെ അനാലിസിസ് പഠിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ 4 ഫീഡ്ബാക്ക് ടോപ്പോളജീൻ്റെ ഡെറിവേഷൻസ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചത് ഏതൊക്കെയായിരുന്നു? സീരീസ് വോൾട്ടേജും സീരീസ് കറൻറ്റും ഷണ്ട് വോൾട്ടേജും ഷണ്ട് കറൻറ്റും അല്ലേ. അപ്പോൾ ഈ ഓരോ കേസിലും ഇൻപുട്ട് ഇമ്പിഡൻസ് എങ്ങനെ കൂടുന്നു, ഔട്ട്പുട്ട് ഇമ്പിഡൻസ് ഏതൊക്കെ ടോപ്പോളജിക്ക് കുറയുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ, അപ്പോൾ ഏതൊക്കെയായിരുന്നു നമ്മൾ പഠിച്ച 4 ടോപ്പോളജീസ്? ഒന്ന് സീരീസ് വോൾട്ടേജ് അല്ലേ, ഒന്ന് സീരീസ് കറൻറ്റ്, ഒന്ന് ഷണ്ട് വോൾട്ടേജ്, ഒന്ന് ഷണ്ട് കറൻറ്റ്. ഇങ്ങനെ 4 എണ്ണമാണല്ലോ നമ്മൾ പഠിച്ചത്. യെസ്, ഈ 4 എണ്ണത്തിൻ്റെ അനാലിസിസാണ് നമ്മൾ നോക്കാൻ പോകുകയെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കൺസോൾട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ, നമ്മളൊരു സീരീസ് വോൾട്ടേജ് ഫീഡ്ബാക്കാണ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഇൻപുട്ട് ഇമ്പിഡൻസ് അല്ലെങ്കിൽ ഇൻപുട്ട് റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യും, ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യും. ഇതെങ്ങനെയെന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാണ്. നമ്മൾ ഷണ്ട് വോൾട്ടേജാണ് എടുക്കുന്നതെങ്കിൽ ഇൻപുട്ട് വോൾട്ടേജും ഔട്ട്പുട്ട് വോൾട്ടേജും ഒരേപോലെ ഡിക്രീസ് ചെയ്യും. നമ്മൾ സീരീസ് കറണ്ടാണ് എടുക്കുന്നതെങ്കിൽ ഇൻപുട്ട് റെസിസ്റ്റൻസ് കൂടും, ഔട്ട്പുട്ട് റെസിസ്റ്റൻസും കൂടും. നമ്മൾ സീരീസ് ഷണ്ട് കറണ്ടാണ് എടുക്കുന്നതെങ്കിൽ ഇൻപുട്ട് റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യും, ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യും. ഈ 4 എങ്ങനെയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നു. എങ്ങനെയാണ് നമ്മൾ ഇൻപുട്ട് റെസിസ്റ്റൻസും ഔട്ട്പുട്ട് റെസിസ്റ്റൻസും ഇൻക്രീസ് ചെയ്യുന്നത്, ഡിക്രീസ് ചെയ്യുന്നത് എന്നുള്ളൊരു കോൺസെപ്റ്റൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ ബേസിക്കലി ഇതിൻ്റെ ബേസിൽ ഇക്വേഷൻസ് എഴുതുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? നിങ്ങൾ ആദ്യം പറയണേ, നമ്മൾ ഇൻപുട്ട് റെസിസ്റ്റൻസ് ആണ് എഴുതുന്നത് അല്ലേ. അപ്പോൾ ഇൻപുട്ട് റെസിസ്റ്റൻസ് ZIF അല്ലെങ്കിൽ RIF എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? ഇൻപുട്ട് റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്നൊരു സിറ്റുവേഷൻ നമുക്ക് ബേസിക്കലി എഴുതാം RIF = RI × 1 + A ബീറ്റ എന്ന് എഴുതാം. RIF = RI × 1 + A ബീറ്റ. എങ്ങനെയാണ്? ഇതാണല്ലോ ആക്ച്വലി ഇൻക്രീസ് ചെയ്യുന്ന പാരാമീറ്റർ. അതായത് നിങ്ങൾ നോക്ക്, RI എന്നുള്ളത് കറൻ്റ്ലി 100 ആണ്. നമ്മൾ ഈ ഫീഡ്ബാക്ക് അപ്ലൈ ചെയ്തതിനു ശേഷം 100-നേക്കാളും വലിയൊരു വാല്യൂ ആയിട്ട് നമ്മളെ ഫീഡ്ബാക്ക് മാറി. അതായത് ഫീഡ്ബാക്ക് നമ്മുടെ ഇൻപുട്ട് റെസിസ്റ്റൻസ് കൂടിയെന്നർത്ഥം. അപ്പോൾ ഇൻപുട്ട് ഇമ്പിഡൻസ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എഴുതേണ്ട ഇക്വേഷൻ ഇതാണ്, RIF = RI × 1 + A ബീറ്റ. അപ്പോൾ എന്താണ് RI എന്ന് പറയുന്നത്? RI എന്ന് പറയുന്നത് ഇൻപുട്ട് റെസിസ്റ്റൻസ്, RIF എന്ന് പറയുന്നതോ ഇൻപുട്ട് റെസിസ്റ്റൻസ് വിത്ത് ഫീഡ്ബാക്ക്. A ബീറ്റ നമുക്കറിയാം, ആ ഫീഡ്ബാക്ക് ഫാക്ടറാണ്. A എന്ന് പറയുന്നത് ഗെയിനാണ്. അപ്പോൾ ഡിക്രീസ് ചെയ്യുന്ന കേസിൽ നമ്മൾ എങ്ങനെ ഫോർമുലാസ് എഴുതും? ഡിക്രീസ് ചെയ്യുന്ന കേസിൽ നമുക്ക് എഴുതാം RIF, ഡിക്രീസ് ചെയ്യുന്ന 2 കേസ് ഉണ്ടല്ലോ, ദിസ് ഈസ് ഈക്വൽ ടു RI / 1 + A ബീറ്റ. അപ്പോൾ ഇൻറ്റു ആണെങ്കിൽ ഇൻക്രീസ് ചെയ്യും, ഡിവൈഡഡ് ബൈ ആണെങ്കിൽ ഡിക്രീസ് ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് RIF എങ്ങനെ എഴുതാം? RIF = RI / 1 + A ബീറ്റ. ഇങ്ങനെ എഴുതാമല്ലോ നമ്മുടെ ഫോർമുല. സെയിം പാറ്റേണിൽ നമ്മൾ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്ന 2 സ്റ്റേജ് വരുന്നുണ്ട് അല്ലേ, സീരീസ് കറൻറ്റും ഷണ്ട് കറൻറ്റും. അപ്പോൾ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്ന ഇക്വേഷൻ നമ്മൾ എങ്ങനെ എഴുതും? ROF = RO × 1 + A ബീറ്റ. ROF = RO × 1 + A beta. What is ROF? The output resistance after feedback is ROF. ROയോ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ഓഫ് ആംപ്ലിഫയർ, അതിനെയാണ് നമ്മൾ RO എന്ന് പറയുന്നത്. ഡിക്രീസ് ചെയ്യുന്ന കേസിലോ നമുക്ക് എഴുതാം ROF = RO / 1 + A beta. ഡിക്രീസ് ചെയ്യുന്ന സ്റ്റേറ്റ് അല്ലേ, ROF = RO / 1 + A beta. അപ്പോൾ ഇതാണല്ലോ ബേസിക്കലി നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ ഇക്വേഷൻ നമ്മൾ കൺസോൾട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇൻക്രീസ് ചെയ്യുന്ന 2 ഇക്വേഷൻ ഇൻറ്റു വെച്ച് എഴുതാം, ഡിക്രീസ് ചെയ്യുന്ന ഇക്വേഷൻസൊക്കെ ഡിവൈഡഡ് ബൈ വെച്ച് എഴുതാം. അതാണല്ലോ അതിൻ്റെ മീനിങ് ആക്ച്വലി. യെസ്, അപ്പോൾ ഈ രീതിയിൽ നമുക്ക് നമ്മുടെ ഫീഡ്ബാക്ക് ടോപ്പോളജീസ് പറയാൻ പറ്റും. അപ്പോൾ നമുക്കിത് പ്രൂവ് ചെയ്യണം അല്ലേ. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യുമ്പോൾ നമ്മൾ ഇൻപുട്ട് റെസിസ്റ്റൻസിൽ 2 കേസസ് ഡിസ്കസ് ചെയ്യും. അതായത് ഇൻക്രീസ് ചെയ്യുന്ന ഒരു സ്റ്റേജ് ഫസ്റ്റ് കേസായിട്ടും ഡിക്രീസ് ചെയ്യുന്ന സ്റ്റേജ് സെക്കൻഡ് സ്റ്റേജായിട്ടും നമ്മൾ കൺസിഡർ ചെയ്യും. ഔട്ട്പുട്ട് റെസിസ്റ്റൻസിൻ്റെ കേസിലും അങ്ങനെ തന്നെ ഇൻക്രീസ് ചെയ്യുന്ന സ്റ്റേജ് ഒരു കേസായിട്ടും ഡിക്രീസ് ചെയ്യുന്ന സ്റ്റേജ് ഒരു സ്റ്റേജായിട്ടും കൺസിഡർ ചെയ്യണം. അപ്പോൾ നമ്മൾ 4 ബേസിക് ഡെറിവേഷൻസ് ആണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, പഠിക്കുന്നത്.
അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതൊരു ജനറൽ ഐഡിയയുടെ ബേസിലാണ് നമ്മൾ ഡിറൈവ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഡിറൈവ് ചെയ്യാനുള്ള ഇക്വേഷൻസ് നിങ്ങൾ വരച്ച് പഠിക്കണം. ഓക്കെ, ഇക്വേഷൻസ് നിങ്ങൾ വരച്ച് പഠിക്കണം. ഇക്വേഷൻസ് അല്ല, അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം നിങ്ങൾ വരച്ച് പഠിക്കണം. ആ സർക്യൂട്ട് ഡയഗ്രത്തിൻ്റെ ബേസിലാണ് നമ്മളിതിൻ്റെ ഡെറിവേഷൻസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം പറയുന്നത് ഏതാണ്? ഡെറിവേഷൻ ഓഫ് ഇൻപുട്ട് റെസിസ്റ്റൻസ് ഓർ ഇൻപുട്ട് ഇമ്പിഡൻസ്. അതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇതിൽ 2 കേസ് ഉണ്ടല്ലോ, കൂടുന്നൊരു കേസും കുറയുന്നൊരു കേസും. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഇൻപുട്ട് ഇമ്പിഡൻസ് കൂടുന്ന 2 കേസസ് ആദ്യം ഡിസ്കസ് ചെയ്യാം. ഏതാണ് കേസ്? അപ്പോൾ നമുക്ക് കേസ് 1 ഡിസ്കസ് ചെയ്യാനുള്ള കാര്യം സീരീസ് വോൾട്ടേജ് ഫീഡ്ബാക്കും സീരീസ് കറണ്ട് ഫീഡ്ബാക്കുമാണ് അല്ലേ? ഇതാണ് നമുക്ക് കേസ് 1 ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ 2 കേസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, സീരീസ് വോൾട്ടേജ് ആണെങ്കിലും സീരീസ് കറണ്ട് ആണെങ്കിലും നമ്മുടെ ഇൻപുട്ട് ഇമ്പിഡൻസ് കൂടും. അപ്പോൾ ഇക്വേഷൻ ഓൾറെഡി നമുക്കറിയാം, RIF ഈക്വൽ ടു RI ഇൻറ്റു 1 + A ബീറ്റ. ഇത് R എന്ന് യൂസ് ചെയ്യാം, Z എന്ന് യൂസ് ചെയ്യാം കേട്ടോ, ഇമ്പിഡൻസ് ആയിട്ടും പറയാം. അപ്പോൾ എന്താണ് ഇതിൻ്റെ മീനിങ്? ഇൻപുട്ട് സീരീസ് ആയതുകൊണ്ട് ഇതിൻ്റെ ഇൻപുട്ട് ഇമ്പിഡൻസ് കൂടി എന്ന് പറയാം. അപ്പോൾ സീരീസ് എന്ന് വരുന്ന കേസിൽ, ഇൻപുട്ട് സീരീസ് വരുന്ന കേസിൽ നിങ്ങളൊരു സ്പെസിഫിക് ആയിട്ടുള്ള സർക്യൂട്ടാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, ഇൻപുട്ട് സീരീസ് വരുന്ന കേസിൽ നമ്മൾ വരയ്ക്കുന്ന ഇക്വാലൻറ്റ് സർക്യൂട്ടാണിത്. അപ്പോൾ വോൾട്ടേജ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മളിതിൻ്റെ സർക്യൂട്ട് വരയ്ക്കുന്നത്. എല്ലാവരും ശ്രദ്ധിക്കണേ. അപ്പോൾ വളരെ ക്ലിയറാണ്, നമ്മൾ ഇൻപുട്ട് ഇമ്പിഡൻസ് കൂടുക എന്ന് പറയുന്ന കേസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ സീരീസ് വോൾട്ടേജിലും സീരീസ് കറണ്ടിലും നമ്മൾ വരയ്ക്കുന്നത് ഒരു കോമൺ സർക്യൂട്ടാണ്. ഈ സർക്യൂട്ട് നമ്മൾ വോൾട്ടേജ് ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സർക്യൂട്ടായിട്ട് വരച്ചു. അപ്പോൾ നിങ്ങൾ നോക്ക്, നമ്മൾ വരച്ചിരിക്കുന്ന സർക്യൂട്ടിൻ്റെ പ്രത്യേകത, നമ്മൾ വരച്ച സർക്യൂട്ടിൽ എന്താണ്? ബേസിക്കലി ഒരു വോൾട്ടേജ് സോഴ്സ് കാണാം VS അല്ലേ, ഒരു ഇൻപുട്ട് റെസിസ്റ്റൻസ് കാണാം. ഇൻപുട്ട് റെസിസ്റ്റൻസ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്ന RI. ഈ ഇൻപുട്ട് റെസിസ്റ്റൻസിന് ഇക്വാലൻ്റ് ആയിട്ട് നമുക്കൊരു വോൾട്ടേജ് വരുന്നുണ്ട്, അതാണ് VI. പിന്നെ ഇതിലൂടെ ഒഴുകുന്ന കറണ്ടാണ് II. സോഴ്സ് വോൾട്ടേജ് ആണ് VS. അതുപോലെ നമുക്കിവിടെ ഒരു ഫീഡ്ബാക്ക് വോൾട്ടേജ് ഉണ്ട്. ആ ഫീഡ്ബാക്ക് വോൾട്ടേജ് നമുക്ക് VF എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ VF ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എന്താണ് VF? ഫീഡ്ബാക്ക് വോൾട്ടേജ് ഈക്വൽ ടു ഫീഡ്ബാക്ക് ഫാക്ടർ ഇൻറ്റു ഔട്ട്പുട്ട് വോൾട്ടേജ്. ഇതാണല്ലോ VF. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് നമ്മുടെ ഇക്വാലൻറ്റ് സർക്യൂട്ട് വരയ്ക്കാം. അപ്പോൾ ഇൻപുട്ടിൽ സീരീസ് ആണ് വരുന്നതെങ്കിൽ നിങ്ങൾ ഈ ഒരു ഇക്വാലൻറ്റ് സർക്യൂട്ട് വെച്ചിട്ട് ഇതിൻ്റെ അനാലിസിസ് ചെയ്യാം. അപ്പോൾ വളരെ ഈസിയാണ് ഇതിൻ്റെ ഡെറിവേഷൻ. നമ്മൾ ചെയ്യുന്ന സമയത്ത് എല്ലാവരും നോക്കണേ, കേസ് 1 ഡെറിവേഷൻ ഞാൻ ചെയ്യുകയാണ്. സോ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് RIF ആണ് കണ്ടുപിടിക്കാനുള്ളത്. RIF. സോ വാട്ട് ഈസ് RIF? RIF ഈക്വൽ ടു നമുക്കിവിടെ എഴുതാം, VS ഡിവൈഡഡ് ബൈ II ആയിരിക്കും. അപ്പോൾ ആ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് കിട്ടുന്ന റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്, ആദ്യം വോൾട്ടേജ് ബൈ കറണ്ട് ആണല്ലോ റെസിസ്റ്റൻസ്. വോൾട്ടേജ് ആയിട്ട് നമ്മൾ VS എടുത്തു, ഇതിലൂടെ ഒഴുകുന്ന കറണ്ടായിട്ട് നമ്മൾ II എടുത്തു. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി റേഷ്യോ ആയിരിക്കും ആക്ച്വലി RIF എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ആക്ച്വലി ഈ VSനെ നമുക്ക് എങ്ങനെ എഴുതാം? VS എന്ന് പറഞ്ഞാൽ സോഴ്സ് വോൾട്ടേജ് ആണല്ലോ. ഈ സോഴ്സ് വോൾട്ടേജ് എന്നുള്ളത് ആക്ച്വലി ഈ ഇൻപുട്ട് വോൾട്ടേജിൻ്റെയും VFൻ്റെയും കൂടി സമ്മാണ്. അപ്പോൾ നമുക്ക് ബേസിക്കലി എങ്ങനെ എഴുതാം? വി നോ ദാറ്റ് VS ഈക്വൽ ടു VI + VF എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം RIFൻ്റെ ഇക്വേഷൻ? RIF ഇസ് ഈക്വൽ ടു എന്ത് വരും? VI + VF ഡിവൈഡഡ് ബൈ II എന്ന് എഴുതാം. സോ ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 1, ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 2. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം ഇതിന് നമുക്ക് VI + VF ഓൾറെഡി നമ്മളിവിടെ ഫിഗറിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ് VF? ബീറ്റ ഇൻറ്റു V ഔട്ട് ആണ്. ബീറ്റ ഇൻറ്റു V ഔട്ട് ഡിവൈഡഡ് ബൈ II എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ VI ബൈ, അപ്പോൾ ഇത് നമുക്ക് ഇക്വേഷൻ കിട്ടിയില്ലേ? നമുക്ക് അടുത്ത സ്ലൈഡിൽ എഴുതാം. അപ്പോൾ നമുക്ക് കിട്ടിയ ഇക്വേഷൻ എന്താ? നമുക്ക് കിട്ടിയ ഇക്വേഷൻ ഇതാണ്. എല്ലാവരും ശ്രദ്ധിക്കണേ. നമുക്കിവിടെ കിട്ടി RIF ഈക്വൽ ടു VI + ബീറ്റ ഇൻറ്റു V ഔട്ട് ഡിവൈഡഡ് ബൈ II എന്ന് കിട്ടിയില്ലേ? യെസ്, ഇതാണല്ലോ നമുക്ക് കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ. ഈ ഇക്വേഷനിൽ ഞാൻ എന്താണ് VI ബൈ II എന്നുള്ള ടേമിനെ കോമൺ ആയിട്ട് പുറത്തെടുക്കുകയാണെങ്കിൽ എന്താ വരിക? അല്ലെങ്കിൽ VI എന്നുള്ള ടേമിനെ ഞാൻ കോമൺ ആയിട്ട് പുറത്തെടുക്കുകയാണെങ്കിൽ എന്താ എനിക്ക് വരിക? ഇവിടെ VI എന്നുള്ള കോമൺ ടേമിനെ ഞാൻ പുറത്തെടുക്കുകയാണെങ്കിൽ എനിക്കിവിടെ കിട്ടും 1 + ബീറ്റ ഇൻറ്റു V ഔട്ട് ബൈ VI എന്ന് വരും. താഴെ എന്ത് വരും? II എന്ന് വരും. ആണല്ലോ? യെസ്. അപ്പോൾ എനിക്കിവിടെ കിട്ടും ബേസിക്കലി ഈ ഒരു ബേസിക് ലോജിക്കിൽ നമുക്ക് എഴുതാം. വി നോ ദാറ്റ്, നമുക്കറിയാവുന്നൊരു കാര്യം എന്താണ്? വി നോ ദാറ്റ് V ഔട്ട് ബൈ VI, ഔട്ട്പുട്ട് വോൾട്ടേജ് ബൈ ഇൻപുട്ട് വോൾട്ടേജ് ഈസ് നത്തിങ് ബട്ട് ഗെയിൻ A ആണല്ലോ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? സപ്പോസ് ലെറ്റ് us put this as equation number 3. So 3 becomes, ഇക്വേഷൻ നമ്പർ 3 നമുക്ക് എങ്ങനെ എഴുതാം?
നമുക്ക് എഴുതാം RIF ഈക്വൽ ടു VI/II ഇൻറ്റു 1 + ബീറ്റ ഇൻറ്റു Vout/Vന് വരെ നമുക്ക് എഴുതാം A എന്ന് എഴുതാം. അപ്പോൾ നമ്മളിതിനെ അറേഞ്ച് ചെയ്തതാണ്. VI/II നമുക്കറിയാം എന്താണ്, വോൾട്ടേജ് ബൈ കറൻറ്റാണ്. അപ്പോൾ നമുക്കിവിടെ കിട്ടി RIF ഈക്വൽ ടു, ഇവിടെ നമുക്ക് കിട്ടി VI/II എന്ന് കിട്ടി. VI/IIക്ക് വരെ എനിക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, RI എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. RI ഇൻറ്റു 1 + A ബീറ്റ എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഡിറൈവ് ചെയ്യേണ്ട ഫോമുല തന്നെ അല്ലേ. അപ്പോൾ നമുക്ക് RIF കിട്ടി. RIF ഈക്വൽ ടു RI ഇൻറ്റു 1 + A ബീറ്റ. ഹെൻസ് നമുക്ക് പറയാം പ്രൂവ്ഡ്. ഇത് പ്രൂവ് ചെയ്തില്ലേ? യെസ്. ഇത്രയുള്ളൂ ഇതിൻ്റെ ഡെറിവേഷൻ. വളരെ ഈസിയാണ് ഡെറിവേഷൻ. കേസ് 1ൻ്റെ ഡെറിവേഷൻ വളരെ ഈസിയാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്, കോമൺ ആയിട്ട് സീരീസ് ഇൻപുട്ടിൽ വന്നുകൊണ്ട് നമ്മളൊരു ഇക്വാലൻറ്റ് മോഡൽ വരച്ചു. ആ മോഡലിൻ്റെ ബേസിൽ അനാലിസിസ് ചെയ്തു. ഇനി നമുക്ക് കേസ് 2 നോക്കാം. കേസ് 2 എന്താണ്? ഷണ്ട് വോൾട്ടേജ് അല്ലെങ്കിൽ ഷണ്ട് കറൻറ്റ്. അപ്പോൾ ഇൻപുട്ടിൽ നമുക്കുള്ളത് ഷണ്ടാണ് അല്ലേ. ഷണ്ട് വോൾട്ടേജ് ഈസ് ഓൾസോ കോൾഡ് ഷണ്ട് ഫീഡ്ബാക്ക് ഓർ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഷണ്ട് സീരീസ് ഫീഡ്ബാക്ക്. സീരീസ് കറൻറ്റിൻ്റെ വേറെ പേരാണ് ഷണ്ട് സീരീസ് വോൾട്ടേജിൻ്റെ വേറെ പേരാണ് ഷണ്ട്. അപ്പോൾ ബേസിക്കലി എന്താണ്, ഷണ്ട് ഫീഡ്ബാക്ക് ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഇൻപുട്ട് റെസിസ്റ്റൻസ് കുറയും അല്ലേ. അപ്പോൾ ഓൾറെഡി നമുക്ക് ഇക്വേഷൻ അറിയാം, RIF ഈക്വൽ ടു RI/1 + A ബീറ്റ. ഇതാണ് ആക്ച്വലി എൻ്റെ ഫോമുല. പക്ഷേ ഈ ഫോമുലയിലേക്ക് നമ്മൾ എത്തിക്കുകയാണ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കേസ് 2 നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഡെറിവേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ബേസിക്കലി എഴുതാം. എങ്ങനെ എഴുതാം? അപ്പോൾ അതിൻ്റെ ഇതിൻ്റെ സർക്യൂട്ട് ഒന്ന് നിങ്ങൾ നോക്കുക അല്ലേ. നമ്മൾ നേരത്തെ ഒരു വോൾട്ടേജ് സോഴ്സ് വെച്ചിട്ടാണ് വരച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ വരച്ചിരിക്കുന്ന കറണ്ട് സോഴ്സ് വെച്ചിട്ടാണ്. അപ്പോൾ ഷണ്ട് ആയതുകൊണ്ട് നമ്മൾ കറണ്ട് സോഴ്സ് വെച്ച് വരച്ചു. അപ്പോൾ നേരത്തെ നമ്മൾ വോൾട്ടേജ് ഫീഡ്ബാക്ക് VF എടുത്തതിന് പകരം നമ്മളിവിടെ കറണ്ട് ഫീഡ്ബാക്ക് IF എടുത്തു. അപ്പോൾ നമ്മളൊരു സർക്യൂട്ട് വരച്ചു. ആ സർക്യൂട്ടിൻ്റെ സോഴ്സ് കറണ്ട് എന്ന് പറയുന്ന IS ആണ്, സോഴ്സ് കറണ്ട്. അതുപോലെ ഇതിലൂടെ ഒഴുകുന്ന കറണ്ട് II ആണ്. നമ്മൾ ഇൻപുട്ട് റെസിസ്റ്റൻസ് അല്ല കണ്ടുപിടിക്കുന്നത്. ഇവിടുത്തെ ഇൻപുട്ട് റെസിസ്റ്റൻസ് RI ആണ്. ഇതിന് ഇക്വാലൻ്റ് ആയിട്ടുള്ള വോൾട്ടേജ് VI ആണ്. നമ്മളെടുക്കുന്ന ഫീഡ്ബാക്ക് കറണ്ട് ടേംസിൽ എടുത്തു IF എന്ന് പറഞ്ഞാൽ എന്താ, ബീറ്റ ഇൻറ്റു I out ആണ്. അപ്പോൾ ഈ കാര്യങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. ബീറ്റ ഇൻറ്റു V out ആയിരുന്നു VF, അതുപോലെ തന്നെ ബീറ്റ ഇൻറ്റു I out ആയിരിക്കും IF. അപ്പോൾ ഈ ഒരു പാരാമീറ്ററിൻ്റെ ബേസിൽ നമ്മൾ ഡെറിവേഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബേസിക്കലി ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് എന്തെഴുതാം, വി നോ ദാറ്റ് RIF ഈക്വൽ ടു VS/II. അപ്പോൾ ഇവിടുത്തെ മൊത്തം സോഴ്സ് വോൾട്ടേജ് എന്നുള്ളൊരു ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം, ആദ്യം നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് RIF അല്ലേ. RIF എങ്ങനെ കിട്ടും? RIF ഈസ് ഈക്വൽ ടു RIF ആണ് നമുക്ക് കാണാനുള്ളത് അല്ലേ. ഇവിടുത്തെ ഇൻപുട്ട് വോൾട്ടേജ് ആണ്, വോൾട്ടേജ് ബൈ കറണ്ട് ആണ്. വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ VI ആണ് ഇൻപുട്ട് വോൾട്ടേജ് അല്ല. ഇവിടെ ആകെ ഒരു വോൾട്ടേജ് അല്ലേ ഉള്ളൂ. ഡിവൈഡർ ബൈ നമുക്ക് കിട്ടുന്ന സോഴ്സ് റെസിസ്റ്റൻസ് ആണ്. നേരത്തെ കേസിൽ അത് VS ആയിരുന്നു. അപ്പോൾ നമുക്കിതിന് ഇക്വേഷൻ നമ്പർ 1 മാർക്ക് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം ഇതിനെ, VI ഡിവൈഡർ ബൈ വാട്ട് ഈസ് IS ഓൾറെഡി നമുക്ക് ഇവിടെ കിട്ടും. IS എന്ന് പറഞ്ഞാൽ മൊത്തം കറണ്ടാണ്. അത് II + IF ആയിരിക്കും അല്ലേ. IS ഈ ഫിഗറിൽ നിന്ന് നിങ്ങൾക്ക് ക്ലിയർ ആണ്. IS എന്ന് പറഞ്ഞാൽ ടോട്ടൽ സോഴ്സ് കറണ്ട് എന്ന് പറയുന്നത് ഇൻപുട്ട് കറണ്ടിൻ്റെയും ഫീഡ്ബാക്ക് കറണ്ടിൻ്റെയും കൂടി സമ്മായിരിക്കും. അപ്പോൾ എങ്ങനെ എഴുതാം, നമുക്കിതിനെ II + IF എന്ന് എഴുതാം. അപ്പോൾ ഓൾറെഡി നമുക്ക് IF അറിയാം. വാട്ട് ഈസ് IF? ബീറ്റ ഇൻറ്റു I out ആണ് IF എന്ന് പറയുന്നത്. ഇതൊക്കെ നമുക്ക് ഫിഗറിൽ നോൺ ആണ്. അപ്പോൾ നമുക്ക് എന്തെഴുതാം, VI ഡിവൈഡർ ബൈ II + ബീറ്റ ഇൻറ്റു I out എന്ന് എഴുതാം. ക്ലിയർ ആണല്ലോ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, RIF ഈസ് ഈക്വൽ ടു VI ഡിവൈഡർ ബൈ, ഇത് നമ്മൾ IIനെ കോമൺ ആയിട്ട് പുറത്തെടുക്കുകയാണെങ്കിൽ എന്താ വരിക, 1 + ബീറ്റ ഇൻറ്റു I out/II എന്ന് വരും. ക്ലിയർ ആണല്ലോ. വാട്ട് ഈസ് I out/II പറയാൻ പറ്റുമോ? വി നോ ദാറ്റ് I out/II ഈസ് നത്തിങ് ബട്ട് ദാറ്റ് ഈസ് ഓൾസോ ഗെയിൻ അല്ലേ. ഔട്ട്പുട്ട് കറണ്ട് ബൈ ഇൻപുട്ട് കറണ്ട് എന്ന് പറഞ്ഞ ഗെയിൻ അല്ലേ ആക്ച്വലി. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു ഫോമുലയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ I out/IIക്ക് പകരം നമുക്ക് ബേസിക്കലി A എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, V out/VI എന്ന് പറയുന്ന പോലെ തന്നെയാണ് I out/II അല്ലേ. V out/VI ഗെയിൻ ആണെങ്കിൽ ഔട്ട്പുട്ട് കറണ്ട് ബൈ ഇൻപുട്ട് കറണ്ടും ഗെയിൻ ആയിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, RIF ഈക്വൽ ടു, ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഈ ഫോമുലയിൽ I out/IIക്ക് വരെ A സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. RIF ഈക്വൽ ടു VI ഡിവൈഡർ ബൈ II ഇൻറ്റു 1 + A ബീറ്റ എന്ന് പറയുകയാണ്. ക്ലിയർ ആണല്ലോ. യെസ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, RIF കിട്ടി, VI/II ഇൻറ്റു 1 + A ബീറ്റ. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, RIF ഈക്വൽ ടു വാട്ട് ഈസ് VI/II? VI/II എന്ന് പറഞ്ഞ ഒരു റെസിസ്റ്റൻസ് ആണ്. ഈ റെസിസ്റ്റൻസിന് നമുക്ക് RI എന്ന് പറയാം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, RIF ഈക്വൽ ടു
ആർ ഐ ഇൻറ്റു ആർ ഐ എഫ് ഈക്വൽ ടു വി ഐ ബൈ ഐ ഐക്ക് പകരം നമുക്ക് എന്തെഴുതാം, ആർ ഐ എന്ന് എഴുതാം ഇൻറ്റു 1/1 + എ ബീറ്റ എന്ന് വരും അല്ലേ. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, അറേഞ്ച് എഴുത്, ആർ ഐ എഫ് ഈക്വൽ ടു ആർ ഐ ഡിവൈഡഡ് ബൈ 1 + എ ബീറ്റ എന്ന് കിട്ടും. ദിസ് ഈസ് ദ ഫൈനൽ ഇക്വേഷൻ. സോ നമ്മൾ ഇൻപുട്ട് റെസിസ്റ്റൻസ് ആഫ്റ്റർ ഫീഡ്ബാക്ക് ഈസ് ഈക്വൽ ടു ആർ ഐ ഡിവൈഡഡ് ബൈ 1 + എ ബീറ്റ. അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്തില്ലേ, ഹെൻസ് പ്രൂവ് ചെയ്തില്ല നമ്മൾ. ഇത്രേ ഉള്ളൂ, വളരെ ഈസിയാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതിൻ്റെ ഡെറിവേഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ആർ ഐ എഫ് നമ്മൾ കണ്ടുപിടിച്ചു, ആർ ഐ ഡിവൈഡഡ് ബൈ 1 + എ ബീറ്റ. അപ്പോൾ നമ്മളിപ്പോൾ കേസ് 1 എന്ത് ചെയ്തു, ഇൻപുട്ട് റെസിസ്റ്റൻസ് കൂടുന്ന കേസ് പറഞ്ഞു, കേസ് 2 നമ്മൾ ഇൻപുട്ട് റെസിസ്റ്റൻസ് കുറയുന്ന കേസ് പറഞ്ഞു. രണ്ടിൻ്റെയും ഇക്വാലൻറ്റ് സർക്യൂട്ടാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്, അത് മാറിപ്പോരുത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് ഡെറിവേഷൻ ഓഫ് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ആണ് അല്ലേ. അപ്പോൾ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഇവിടെയും 2 കേസസ് ഡിസ്കസ് ചെയ്യാനുണ്ടാവും. ഒന്ന് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് കൂടുന്ന കേസും ഒന്ന് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് കുറയുന്ന കേസും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം കേസ് 1 ഡിസ്കസ് ചെയ്യാനുള്ളത്, ഇൻ കേസ് ഓഫ് കേസ് 1 ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് കുറയുന്ന കേസാണ് ഡിസ്കസ് ചെയ്യാനുള്ളത് അല്ലേ. അതായത് നിങ്ങൾ നോക്കണേ, നേരത്തെ സീരീസ് എന്നായിരുന്നു ഫ്രണ്ടിൽ വന്നത്, അല്ലെങ്കിൽ ഷണ്ട് എന്നായിരുന്നു. ഇവിടെ നമുക്ക് ഔട്ട്പുട്ട് ആയതുകൊണ്ട് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് ഔട്ട്പുട്ടിൽ നമുക്ക് വരുന്ന വോൾട്ടേജ് ആണ് അല്ലേ. അപ്പോൾ ഔട്ട്പുട്ടിൽ സീരീസ് വോൾട്ടേജ് അല്ലെങ്കിൽ ഷണ്ട് വോൾട്ടേജ് ആണ്. സീരീസ് വോൾട്ടേജിൻ്റെ വേറെ പേരാണ് സീരീസ് ഷണ്ട് വോൾട്ടേജിൻ്റെ വേറെ പേരാണ് ഷണ്ട്. അതുകൊണ്ട് നിങ്ങൾ പഠിച്ചു വെക്കാം. അപ്പോൾ ഔട്ട്പുട്ടിൽ വോൾട്ടേജ് വരുന്ന സമയത്ത് നമുക്ക് ഔട്ട്പുട്ട് ഇമ്പിഡൻസ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് കുറയും. ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് കുറയുന്ന കേസിൽ ആർ ഒ എഫ് ഈക്വൽ ടു ആർ ഒ ഡിവൈഡഡ് ബൈ 1 + എ ബീറ്റ. ഇതായിരിക്കും ആക്ച്വലി എൻ്റെ ഫോർമുല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ ബേസിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, വോൾട്ടേജ് വരുന്ന കേസിൽ ഞാനിവിടെ ഒരു ഇക്വാലൻറ്റ് സർക്യൂട്ട് വരച്ചു. ഇക്വാലൻറ്റ് സർക്യൂട്ട് എല്ലാവരും പഠിക്കണം. അപ്പോൾ ഞാനിവിടെ വെച്ച ഇക്വാലൻറ്റ് സർക്യൂട്ടിൽ ഞാൻ ആദ്യം എന്ത് ചെയ്തു, ബേസിക്കലി ഇവിടെ എ ഇൻറ്റു വി ഐ ആണ് കാണിച്ചിരിക്കുന്നത്. എന്താണ് എ ഇൻറ്റു വി ഐ? എ എന്ന് പറഞ്ഞാൽ ഗെയിന്, വി ഐ എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്താണ് ആക്ച്വലി എ എന്ന് പറഞ്ഞാൽ ആക്ച്വലി വി ഔട്ട് ബൈ വി ഇൻ ആണ് ഇൻറ്റു വി ഐ അല്ലേ. അപ്പോൾ ഇതൊരു ഔട്ട്പുട്ട് വോൾട്ടേജ് ആയിട്ടാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഐ ഔട്ട് ബൈ ഐ എ ഇൻറ്റു എ എന്നുള്ള പാരാമീറ്റർ വെച്ച് നമുക്ക് പറയാം. ഇവിടെ നമ്മളൊരു ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട് ആർ ഔട്ട്. അതുപോലെ നമ്മളൊരു വോൾട്ടേജ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് വി. ഇതിലൂടെ ഒരു കറൻറ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട് ഐ. അപ്പോൾ ഇങ്ങനെയാണല്ലോ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇവിടെയും നമുക്കൊരു വി എഫ് എന്നുള്ളൊരു ഫീഡ്ബാക്ക് വോൾട്ടേജ് കിട്ടും. അതെന്തായിരിക്കും ആക്ച്വലി ബീറ്റ ഇൻറ്റു വി ഔട്ട് ആയിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം, ഈ ഫിഗർ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കാം. അപ്പോൾ ഈ ഫിഗറിൻ്റെ ബേസിൽ നമുക്ക് ഇവിടുത്തെ കറൻറ്റ് കണ്ടുപിടിച്ചൂടെ. വാട്ട് ഈസ് ടോട്ടൽ കറൻറ്റ് ഹിയർ? ഐ വിൽ ബി ഇക്വാലൻറ്റ് ടു ടോട്ടൽ കറൻറ്റ് നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഇവിടെ 2 പാർട്ടുകൾ വരുന്നുണ്ട്. 2 പാർട്ടിൻ്റെ നമുക്ക് ഓംസ് ലോ പ്രകാരം വി ബൈ ആർ ആണ് വരിക. അപ്പോൾ ഇവിടെ 2 പാർട്ട് വരുന്നുണ്ട്. ഒന്ന് നമ്മുടെ വോൾട്ടേജ് വിയും, പിന്നെ അതിൻ്റെ ഡയറക്ഷൻ വെച്ച് നമുക്ക് നോർമലി വരേണ്ടത് എ ഇൻറ്റു വി ഐ. എ ഇൻറ്റു വി ഐ എന്നുള്ളത് ആക്ച്വലി ഒരു കറണ്ട് ആയിരിക്കും അല്ലേ. അപ്പോൾ എങ്ങനെ നമുക്ക് എഴുതാം എ ഇൻറ്റു വി ഐ? എ എന്നുള്ളത് ആക്ച്വലി ഐ ഔട്ട് ബൈ ഐ ഐ ഇൻറ്റു വി ഐ. അല്ലെങ്കിൽ നമുക്ക് ബേസിക്കലി പറയാം ഒരു ഗെയിൻ ഇൻറ്റു വോൾട്ടേജ് എന്ന് പറയുന്ന ഒരു കറണ്ടിന് ഇക്വാലൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ബേസിക്കലി എ ഇൻറ്റു വി ഐ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്, കൺഫ്യൂഷൻ ആവരുത്, എ ഇൻറ്റു വി ഐ അല്ല ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്താണ് എ ഇൻറ്റു വി ഐ? ആക്ച്വലി നമുക്കറിയാം എ എന്ന് പറഞ്ഞാൽ വി ഔട്ട് ബൈ വി ഇൻ ആണ്. വി ഔട്ട് ബൈ വി ഇൻ ഇൻറ്റു വി ഇൻ ആണ് ആക്ച്വലി ഇവിടെ വരിക. അപ്പോൾ ഇത് ആക്ച്വലി വി ഇന്നും ക്യാൻസൽ ചെയ്ത് പോകുകയാണെങ്കിൽ ഒരു വി ഔട്ടാണ് ആക്ച്വലി വരിക. അതുതന്നെയാണ് ആക്ച്വലി എന്ത്, എ ഇൻറ്റു വി ഐ. അപ്പോൾ നമുക്കിതിൻ്റെ ബേസിൽ ഇവിടെ കറണ്ട് കണ്ടുപിടിച്ചൂടെ. വാട്ട് ഈസ് കറണ്ട് ഹിയർ? കറണ്ട് എന്ന് പറഞ്ഞാൽ ഓംസ് ലോ പ്രകാരം ടോട്ടൽ വോൾട്ടേജ് വി, പിന്നെ അതിൻ്റെ ഡയറക്ഷൻ അനുസരിച്ചാണ് നമ്മൾ എ ഇൻറ്റു വി എഴുതുന്നത്. ഒന്നെങ്കിൽ അത് ആഡ് ചെയ്യും അല്ലെങ്കിൽ ഇത് സബ്ട്രാക്ട് ചെയ്യും. ഹോൾ ഡിവൈഡഡ് ബൈ ഇവിടുത്തെ മൊത്തം റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ആർ ഔട്ടാണ്. അപ്പോൾ ഇങ്ങനെ നമുക്കിതിൻ്റെ ടോട്ടൽ കറണ്ട് ഇക്വേഷൻ കണ്ടുപിടിക്കാമല്ലോ. ലെറ്റ് പുട്ട് ദിസ് ആസ് ഇക്വേഷൻ നമ്പർ 1. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം ഈ കറണ്ട് ഇക്വേഷൻ്റെ കൂടെ നമ്മൾ എഴുതുന്നത് വി നോ ദാറ്റ് വാട്ട് ഈസ് വി എസ് ഈക്വൽ ടു വി ഐ പ്ലസ് വി എഫ് എന്ന് നമുക്കറിയാം. നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് സോഴ്സ് വോൾട്ടേജ് എന്ന് പറയുന്നത് ഇൻപുട്ട് വോൾട്ടേജിൻ്റെയും ഫീഡ്ബാക്ക് വോൾട്ടേജിൻ്റെയും കൂടി സമ്മാണ് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ഓൾറെഡി അറിയാം ഹിയർ എന്താണ് വി ഔട്ട് ഈക്വൽ ടു വി ആണ്. ഞാനിവിടെ കൊടുത്തിരിക്കുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് വി എന്നാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. അതുപോലെ നമുക്കറിയാം സോഴ്സ് വോൾട്ടേജ് ഇവിടെ ആക്ച്വലി നമ്മൾ കൊടുത്തിട്ടില്ല. സോഴ്സ് വോൾട്ടേജ് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും, വി എസ് എന്നുള്ള സോഴ്സ് വോൾട്ടേജ് മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടുത്തെ സോഴ്സ് വോൾട്ടേജ് ജനറലി 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് ബേസിക്കലി ഇവിടെ എങ്ങനെ പറയാം, ഇവിടുത്തെ കേസിൽ നമുക്ക് സോഴ്സ് വോൾട്ടേജ് 0 ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ പറയാം, ഇവിടെ
നമുക്ക് എങ്ങനെ എഴുതാം? സോഴ്സ് വോൾട്ടേജ് 0 ആയതുകൊണ്ട് നമുക്ക് എഴുതാം 0 ഈക്വൽ ടു വി ഐ പ്ലസ് വി എഫ് എന്ന് എഴുതിക്കൂടെ? അല്ലെങ്കിൽ നമുക്ക് എഴുതാം വി ഐ ഈസ് ഈക്വൽ ടു മൈനസ് വി എഫ് എന്ന് കിട്ടും. ക്ലിയർ ആണോ? യെസ്. അപ്പോൾ ഇത് നമുക്ക് ഇക്വേഷൻ നമ്പർ 2 എന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ സോഴ്സ് വോൾട്ടേജ് 0 ആണ്, അതുകൊണ്ട് തന്നെ നമുക്ക് വി ഐ പ്ലസ് വി എഫ് എന്ന് ഇക്വേഷൻ കിട്ടും. അപ്പോൾ സോഴ്സ് വോൾട്ടേജ് 0 കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വി ഐ ഈക്വൽ ടു മൈനസ് വി എഫ് എന്ന് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? വി ഐ ഈക്വൽ ടു മൈനസ് വി എഫ് അല്ലേ? അല്ലെങ്കിൽ നമുക്കിതിനെ എങ്ങനെ എഴുതാം? മൈനസ് വി എഫ് എന്താണ് നമുക്ക് ഓൾറെഡി അറിയാം, ബീറ്റ ഇൻറ്റു വി ഔട്ടാണ്. അപ്പോൾ നമുക്ക് ബേസിക്കലി എഴുതാം വി ഐ ഈക്വൽ ടു മൈനസ് ബീറ്റ ഇൻറ്റു വി ഔട്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇവിടെ പറഞ്ഞിട്ടുണ്ട് വി ഔട്ടും വിയും ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? വി ഐ ഈക്വൽ ടു മൈനസ് ബീറ്റ ഇൻറ്റു വി എന്ന് എഴുതാം. ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഫോർമുല. ഇത് നമുക്ക് ഇക്വേഷൻ നമ്പർ 3 എന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇക്വേഷൻ നമ്പർ 3 നമ്മൾ ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് 3 in 1 എന്താ വരിക? സബ്സ്റ്റിറ്റ്യൂട്ട് 3 in 1 എന്താ വരിക? 1 ഓൾറെഡി നമുക്ക് കറണ്ടാണ്. കറണ്ട് ഐ ഈസ് ഈക്വൽ ടു എന്ത് ചെയ്യാം? വി മൈനസ് വി ഐക്ക് പകരം നമുക്ക് എന്തെഴുതാം? വി എ ഇൻറ്റു വി ഐ ആണ്, മൈനസ് എ ഇൻറ്റു മൈനസ് ബീറ്റ ഇൻറ്റു വി എന്ന് വരും, ഹോൾ ഡിവൈഡഡ് ബൈ എന്താ വരിക? ആർ ഔട്ട്. അപ്പോൾ നമ്മളിതിനെ അറേഞ്ച് ചെയ്ത് എഴുതുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ കിട്ടും? ഐ ഈസ് ഈക്വൽ ടു നമുക്കിവിടെ കിട്ടും വി മൈനസ്, ഇവിടെ എന്താ വന്നത്? വി മൈനസ് എ, വി മൈനസ് എന്താ വന്നത്? എ ഇൻറ്റു മൈനസ് ബീറ്റ ഇൻറ്റു വി അല്ല വരുന്നത്. വി എൻ്റെ വാല്യൂ ആണ് മൈനസ് ബീറ്റ ഇൻറ്റു വി. നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഈ വി മൈനസ് എന്നുള്ളത് പ്ലസ് ആവും. നമുക്ക് എന്ത് കിട്ടും? എ ഇൻറ്റു ബീറ്റ ഇൻറ്റു വി എന്നാവും. എല്ലാവരും ശ്രദ്ധിക്കണം, 2 മൈനസ് ഇവിടെ വരുന്നുണ്ട്, അത് നമുക്ക് പ്ലസ് ആയിട്ട് വരും, ഹോൾ ഡിവൈഡഡ് ബൈ ആർ ഔട്ട് എന്ന് വരും. അപ്പോൾ ഈ ഇക്വേഷനിൽ ഞാൻ എന്ത് ചെയ്തു? ഐ ഈക്വൽ ടു ഞാൻ എഴുതുകയാണ്. ഇതിൽ ഏത് ടേമിനെ നമുക്ക് കോമൺ ആയിട്ട് പുറത്തെടുക്കാം? വി നമ്മൾ കോമൺ ആയിട്ട് പുറത്തെടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ എന്ത് കിട്ടും? 1 പ്ലസ് എ ബീറ്റ എന്ന് കിട്ടും, ഹോൾ ഡിവൈഡഡ് ബൈ ആർ ഔട്ട് എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഐ ആണ് കിട്ടിയിരിക്കുന്നത്, കറണ്ട് അല്ലേ? അപ്പോൾ നമുക്കറിയാം വി നോ ദാറ്റ് കറണ്ട് നമുക്ക് ഓൾറെഡി കിട്ടി. വി നോ ദാറ്റ് ദ ടോട്ടൽ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് വിത്ത് ഫീഡ്ബാക്ക് ഈസ് ഈക്വൽ ടു വി ബൈ ഐ. ഓംസ് ലോ പ്രകാരം നമ്മൾ ആർ ഒ എഫിനെ വി ബൈ എ എന്ന് എഴുതുകയാണെങ്കിൽ, ഓക്കെ, അപ്പോൾ നമുക്കിതിനെ ഇക്വേഷൻ നമ്പർ 4 എന്ന് മാർക്ക് ചെയ്യാം. ഇക്വേഷൻ നമ്പർ 4 നമുക്ക് എങ്ങനെ എഴുതാം? ഇതുപോലെ ആർ ഒ എഫ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ആർ ഒ എഫ് ഈക്വൽ ടു വി ഓൾറെഡി നമുക്കറിയാം അല്ലേ? വി എന്ന് പറഞ്ഞാൽ വി ബൈ ഐ ആണ്. വിനെ നമ്മൾ വി ആയിട്ട് തന്നെ എഴുതാം. ഐക്ക് പകരം നമ്മൾ എന്ത് എഴുതാം? ഇക്വേഷൻ നമ്പർ 4 വന്ന വാല്യൂ വി ഇൻറ്റു 1 പ്ലസ് എ ബീറ്റ ഡിവൈഡഡ് ബൈ ആർ ഔട്ട്. അപ്പോൾ ഇതിനെ അറേഞ്ച് ചെയ്ത് എഴുതുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ആർ ഒ എഫ് ഈക്വൽ ടു എന്താ വരിക? ആക്ച്വലി ഇവിടെ വി ബൈ വി ഇൻറ്റു 1 പ്ലസ് എ ബീറ്റ ബൈ ആർ ഔട്ട്. അപ്പോൾ നമുക്കിവിടെ കിട്ടും ആർ ഔട്ട് ഡിവൈഡഡ് ബൈ, അല്ലെങ്കിൽ ആർ ഔട്ട് ഇൻറ്റു വി ഡിവൈഡഡ് ബൈ വി ഇൻറ്റു 1 പ്ലസ് എ ബീറ്റ എന്ന് കിട്ടും. അപ്പോൾ ഈ വിയും ക്യാൻസലായി പോവും. ഫൈനലി നമുക്ക് അവിടെ ആർ ഒ എഫിൻ്റെ വാല്യൂ കിട്ടും. ആർ ഒ എഫ് എന്താ വരിക? ഈ ഇക്വേഷൻ നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ ഇക്വേഷനിൽ ഈ വിയും ക്യാൻസലായി പോവും അല്ലേ? ഈ വിയും ക്യാൻസലായി പോയാൽ ആക്ച്വലി എന്താ വരിക? ആർ ഔട്ട് ഇൻറ്റു വി ഡിവൈഡഡ് ബൈ വി ഇൻറ്റു 1 പ്ലസ് എ ബീറ്റ ആയിരുന്നു. നമുക്കെങ്ങനെ കിട്ടും? ആർ ഔട്ട് ഡിവൈഡഡ് ബൈ 1 പ്ലസ് എ ബീറ്റ എന്ന് കിട്ടും. ദിസ് ഇസ് ദി ഫൈനൽ എക്സ്പ്രഷൻ, ദിസ് പുട്ട് ആസ് ഇക്വേഷൻ നമ്പർ 5. അപ്പോൾ നമുക്ക് കിട്ടി ആക്ച്വലി കേസ് 1 ആർ ഒ എഫ് ഈക്വൽ ടു ആർ ഒ ബൈ 1 പ്ലസ് എ ബീറ്റ എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ബേസിക്കലി പറയാം ഹെൻസ് പ്രൂവ്ഡ് എന്ന് പറയാം. പ്രൂവ്ഡ്. ക്ലിയർ ആണല്ലോ? ഇത്രയും സിമ്പിളാണ്. ഇത്രയും സിമ്പിളായിട്ട് നമുക്കിത് എഴുതാം. അപ്പോൾ ഇതാണ് കേസ് 1 ഡെറിവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇൻപുട്ട് ഇമ്പിഡൻസിൻ്റെയും ഔട്ട്പുട്ട് ഇമ്പിഡൻസിൻ്റെയും കേസസ് ഡിസ്കസ് ചെയ്തു. ഒരു കേസും കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാണ്ട് കേസ് 2 അല്ലേ? കേസ് 2 എന്തായിരിക്കും? സീരീസ് കറൻറ്റും ഷണ്ട് കറൻറ്റും. സീരീസ് കറൻറ്റിൻ്റെ പേരാണ് സീരീസും ഷണ്ട് സീരീസും. അപ്പോൾ ഔട്ട്പുട്ടിൽ കറണ്ട് ആയതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി ഇത് എന്തായിരിക്കും നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഔട്ട്പുട്ടിൽ കറണ്ട് ആയതുകൊണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് പറയാം ഇവിടുത്തെ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് എന്നുള്ളത് കൂടും. അപ്പോൾ എന്തായിരിക്കും ജനറൽ ഇക്വേഷൻ? സെഡ് ഒ എഫ് അല്ലെങ്കിൽ ആർ ഒ എഫ് ഈക്വൽ ടു എന്താ വരിക? ആർ ഒ ഡിവൈഡഡ് ബൈ ആർ ഒ ഇൻറ്റു 1 പ്ലസ് എ ബീറ്റ എന്ന് വരും. ഇൻക്രീസ് ചെയ്യല്ലേ? അപ്പോൾ ഈ കേസിൽ നിങ്ങളിതിൻ്റെ ഇക്വാലൻറ്റ് സർക്യൂട്ട് നോക്കുക. ഔട്ട്പുട്ടിൽ കറണ്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഒരു വോൾട്ടേജ് ഗെയിൻ ഇൻറ്റു ഐ എന്നുള്ളൊരു പാരാമീറ്റർ ഇവിടെ കൊടുത്തു. ഒരു കറണ്ട് സോഴ്സ്, ഒരു വോൾട്ടേജ് സോഴ്സിന് നമ്മൾ കറണ്ട് ടേമിൽ എഴുതി അല്ലേ? പിന്നെ ഒരു ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ആർ ഔട്ട് നമ്മൾ മാർക്ക് ചെയ്തു, ഒരു വോൾട്ടേജ് വി നമ്മൾ മാർക്ക് ചെയ്തു, ഒരു കറണ്ട് ഐ നമ്മൾ മാർക്ക് ചെയ്തു. അപ്പോൾ ഈ ഫിഗർ പഠിക്കുക എന്ന് പറയുന്നതാണ് ഇതിൽ ഏറ്റവും വലിയ ടാസ്ക്. ഈ ഫിഗറിൻ്റെ ബേസിലാണ്
നമ്മൾ എല്ലാ ഡെറിവേഷൻസും ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ബേസിക്കലി നിങ്ങൾ സീരീസ് കറണ്ടിനും ഷണ്ട് കറണ്ടിനും ജനറലായിട്ട് പഠിക്കേണ്ട ഫിഗർ. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ ബേസിൽ പറഞ്ഞൂടെ, നമുക്കിതിൻ്റെ ബേസിൽ പറയാം. ഇവിടെ ടോട്ടൽ കറണ്ട് നമുക്ക് കണ്ടുപിടിക്കാം. എന്താ ടോട്ടൽ കറണ്ട് വരിക? ടോട്ടൽ കറണ്ട് ഐ ഈസ് ഈക്വൽ ടു ഇവിടുത്തെ എല്ലാ കറണ്ടിനും കൂടി സമ്മാണ് ടോട്ടൽ കറണ്ട്. അപ്പോൾ ആദ്യം ഇവിടെ ഒക്കർ ചെയ്യുന്നൊരു കറണ്ട് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ മെൻഷൻ ചെയ്തിരിക്കുന്ന ഏത് കറണ്ടാണ്? വി ബൈ ആർ ഔട്ട്. ഈ വിയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന വിയും ആർ ഔട്ടിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കറണ്ടാണ് വി ബൈ ആർ ഔട്ട്. പ്ലസ് ഒരു കറണ്ടും കൂടി ഇവിടെ പോസിബിൾ ആണല്ലോ. ടോട്ടൽ കറണ്ട് ഐ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് കേട്ടോ. എ ഇൻറ്റു ഐ എന്ന് പറയുന്ന ഒരു കറണ്ടാണ്. ഇത് രണ്ടിനും കൂടി സമ്മായിരിക്കും അതിൻ്റെ ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ വി ബൈ ആർ ഔട്ട് നമുക്ക് എഴുതാം. വി ബൈ ആർ ഔട്ട് ഈക്വൽ ടു ഐ മൈനസ് എ ഇൻറ്റു ഐ എന്ന് കിട്ടും. അല്ലെങ്കിൽ നമുക്കിവിടെ വി കണ്ടുപിടിക്കാം. വി ഈക്വൽ ടു ഐ മൈനസ് എ ഇൻറ്റു ഐ ഇൻറ്റു ആർ ഔട്ട് എന്ന് വരും. അപ്പോൾ നമുക്കിവിടെ ഇക്വേഷൻ കിട്ടി. ഇതാണ് നമ്മുടെ ഇക്വേഷൻ അല്ലേ. ലെറ്റ്സ് പുട്ട് ദിസ് ആസ് ഇക്വേഷൻ നമ്പർ 1. നമുക്കിപ്പോൾ ഒരു ജനറൽ ആയിട്ടുള്ള ഇക്വേഷൻ കിട്ടി. വി ഈക്വൽ ടു ഐ മൈനസ് എ ഇൻറ്റു ഐ ഇൻറ്റു ആർ ഔട്ട്. അപ്പോൾ ഇതിനെ നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കോമൺ ആയിട്ട് അറിയണം. എന്താണ് നമുക്ക് അറിയാവുന്ന കോമൺ കാര്യങ്ങൾ? ഈ ഫിഗറിൽ നിന്ന് നമുക്ക് അറിയാവുന്ന ഒരു കോമൺ കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി അറിയാം. വാട്ട് ഈസ് ഐ എസ്? അപ്പോൾ ഈ ഒരു ഫിഗറിൽ നമുക്ക് മൊത്തം സോഴ്സ് കറണ്ട് കണ്ടുപിടിക്കാനുള്ള ഫോമുല നമുക്കറിയാം. ഇൻപുട്ട് കറണ്ട് പ്ലസ് ഫീഡ്ബാക്ക് കറണ്ടാണ് സോഴ്സ് കറണ്ട്. പക്ഷേ നമുക്കറിയാം നമ്മൾ യൂസ് ചെയ്യുന്ന ഈ സർക്യൂട്ടിൽ സോഴ്സ് കറണ്ട് മാർക്ക് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഐ എസിൻ്റെ വാല്യൂ 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് ബേസിക്കലി എങ്ങനെ പറയാം? ഐ എസ് 0 ആയതുകൊണ്ട് നമുക്ക് പറയാം 0 ഈക്വൽ ടു ഐ പ്ലസ് ഐ എഫ് എന്ന് പറയാം, ആണല്ലോ. അല്ലെങ്കിൽ നമുക്ക് ബേസിക്കലി ഐ നമുക്ക് കിട്ടും മൈനസ് ഐ എഫ് എന്ന് കിട്ടും. അപ്പോൾ എന്താണ് ഐ എഫ്? ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ളല്ലോ ഐ എഫ് ഈസ് നത്തിങ് ബട്ട് ബീറ്റ ഇൻറ്റു ഐ ഔട്ട്. ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ. ഫീഡ്ബാക്ക് കറണ്ട് ഈക്വൽ ടു ഫീഡ്ബാക്ക് ഫാക്ടർ ഇൻറ്റു ഔട്ട്പുട്ട് കറണ്ടാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ഐ ഈസ് ഈക്വൽ ടു മൈനസ് ഐ എഫിന് വരെ നമുക്ക് മൈനസ് ബീറ്റ ഇൻറ്റു ഐ ഔട്ടും ഐയും ഈക്വലാണ് നമുക്കറിയാം ഈ കേസിൽ. അപ്പോൾ ബീറ്റ ഇൻറ്റു ഐ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് അല്ലേ. ഇവിടുത്തെ ഔട്ട്പുട്ട് കറണ്ട് ഐ ഔട്ട് എന്ന് പറയുന്നത് എന്തിന് ഈക്വലൻ്റ് ആയിരിക്കും? ഐക്ക് ഈക്വലൻ്റ് ആയിരിക്കും. നമ്മൾ നേരത്തെ കേസിൽ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ നമുക്ക് ഐനെ മൈനസ് ബീറ്റ ഇൻറ്റു ഐ എന്ന് എഴുതാം. അപ്പോൾ നമുക്കിവിടെ ഈ ഒരു ഇക്വേഷനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് മാർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഐൻ്റെ വാല്യൂ ആക്ച്വലി നമ്മുടെ ഈ ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എഴുതാം സബ്സ്റ്റിറ്റ്യൂട്ട് 2 in 1. എന്താ വരിക? രണ്ടാമത്തെ ഇക്വേഷനായ ഐ എന്നുള്ളത് ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്കിവിടെ വി കിട്ടും. എന്താ വി വരിക? വി ഈക്വൽ ടു നമുക്ക് കിട്ടും വി ഈക്വൽ ടു ആദ്യം ഐ വരും, ഐ മൈനസ് എ അതുപോലെ തന്നെ എഴുതാം എ. യെസ്. ഇനി എന്താ നമുക്ക് വേണ്ടത്? ഐക്ക് പകരം നമുക്ക് എന്തെഴുതാം? മൈനസ് ബീറ്റ ഇൻറ്റു ഐ എന്ന് എഴുതാം. മൈനസ് ബീറ്റ ഇൻറ്റു ഐ ആണല്ലോ. യെസ്. ഇൻറ്റു ആർ ഔട്ട് വരും. ഇതിനല്ലേ നമ്മുടെ ഫോമുല വരുന്ന. യെസ്. അപ്പോൾ നമുക്കിതിനെ അറേഞ്ച് ചെയ്ത് എഴുതാം അല്ലേ. വി ഈക്വൽ ടു നമുക്ക് കിട്ടും. എന്താ വി ഈക്വൽ ടു വരിക? വി ഈക്വൽ ടു ഐ പ്ലസ് എ ഇൻറ്റു ബീറ്റ ഇൻറ്റു ഐ ഇൻറ്റു ആർ ഔട്ട് എന്ന് വരും. ഇത് നമുക്ക് കോമൺ ആയിട്ട് എന്തിനാ പുറത്തെടുക്കാം? ഐയെ കോമൺ ആയിട്ട് പുറത്തെടുത്താൽ എന്താ വരിക? ഐ ഇൻറ്റു 1 പ്ലസ് എ ബീറ്റ ഇൻറ്റു ആർ ഔട്ട് എന്ന് വരും. അങ്ങനെയല്ലേ വരിക? യെസ്. അപ്പോൾ നമുക്കിവിടെ വോൾട്ടേജ് കിട്ടി അല്ലേ. എന്താ നമുക്ക് കിട്ടിയിരിക്കുന്ന വോൾട്ടേജ് ഇക്വേഷൻ? ഐ ഇൻറ്റു 1 പ്ലസ് എ ബീറ്റ ഇൻറ്റു ആർ ഔട്ട്. അപ്പോൾ ആക്ച്വലി നമുക്ക് നമ്മുടെ ഡെറിവേഷനിൽ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? നമുക്ക് ഈ ഐ എന്നുള്ള ഇക്വേഷൻ നമുക്ക് ഇക്വേഷൻ നമ്പർ 3 ആയിട്ട് മാർക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ആക്ച്വലി ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ROF അല്ലേ. ROF. അപ്പോൾ ROF ആക്ച്വലി എന്താണ്? ROF ഈസ് നത്തിങ് ബട്ട് വി ബൈ ഐ ആണ്. ഇവിടെ ഓൾറെഡി നമുക്ക് എന്ത് കിട്ടി? വി കിട്ടി. ഐനെ നമ്മൾ ഐ ആയിട്ട് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ വിക്ക് പകരം നമ്മൾ എന്ത് എഴുതാം? നമുക്ക് നേരത്തെ കിട്ടിയിരിക്കുന്ന ഐ ഇൻറ്റു 1 പ്ലസ് എ ബീറ്റ ഇൻറ്റു ആർ ഔട്ട് എന്നുള്ള വാല്യൂ ഞാനിവിടെ എഴുതി. കറണ്ടിനെ കറണ്ടായിട്ട് തന്നെ എടുത്തു. ഈ ഐയും സ്ട്രൈക്ക് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് ബാക്കി എന്ത് കിട്ടും? ROF ഈക്വൽ ടു RO ഇൻറ്റു 1 പ്ലസ് എ ബീറ്റ എന്ന് കിട്ടിയില്ലേ. യെസ്. അപ്പോൾ ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ അല്ലേ. ഈ ഇക്വേഷനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 4 ആയിട്ട് മാർക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ബേസിക്കലി പറയാം ഹെൻസ് വി പ്രൂവ്ഡ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്?
നമ്മൾ ചെയ്ത കേസസ് എല്ലാവരും ശ്രദ്ധിക്കണേ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചപ്പോൾ 2 കോമൺ കേസസ് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ, സീരീസ് കറൻറ്റും ഷണ്ട് കറൻറ്റും. അതുപോലെ നമ്മൾ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചപ്പോൾ 2 കോമൺ കണ്ടീഷൻസ് അസ്യൂം ചെയ്തു. എന്താണ്? കേസ് 1 നമ്മൾ പറഞ്ഞ എന്തായിരുന്നു? സീരീസ് വോൾട്ടേജും ഷണ്ട് വോൾട്ടേജും. ഇതുപോലെ തന്നെ നമ്മൾ ഇൻപുട്ട് റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചപ്പോൾ 2 കേസ് പറഞ്ഞു, ഷണ്ട് വോൾട്ടേജും ഷണ്ട് കറൻറ്റും. അതുപോലെ തന്നെ നമ്മൾ ഒരു കണ്ടീഷൻ പറഞ്ഞു, ഏതാണ്? സീരീസ് വോൾട്ടേജും സീരീസ് കറൻറ്റും. അപ്പോൾ ഇതിൻ്റെ ബേസിൽ നമ്മളിപ്പോൾ ഈ ഓൾറെഡി ടേബിളിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന എല്ലാ ഇക്വേഷനും നമ്മൾ ഡിറൈവ് ചെയ്തു. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അനാലിസിസും സ്പെസിഫിക് ആയിട്ട് പറയുന്നതുകൊണ്ട് ഇതിൻ്റെ ഡെറിവേഷൻസ് ഒക്കെ കറക്റ്റായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം, അറിഞ്ഞിരിക്കണം. ഓക്കെ, താങ്ക് യു. അപ്പോൾ കുറച്ച് ലെങ്തി വീഡിയോ ആയിപ്പോയി, പക്ഷേ അത് നിങ്ങൾ ഒറ്റ വീഡിയോ ആയിട്ട് തന്നെ കണ്ടു തീർക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ 4th മൊഡ്യൂളിൻ്റെ 50% പോർഷൻസ് ഇപ്പോൾ കവർ ചെയ്തു. ഓക്കെ, ഇനി എല്ലാം എളുപ്പമുള്ള ടോപ്പിക്സാണ്. അപ്പോൾ നമുക്ക് ബാക്കി ടോപ്പിക്സ് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.